2023 സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഈ പുരസ്കാര വേളയിൽ 24 ഫ്ലവേഴ്സും തിളങ്ങി. മികച്ച അവതാരകനടക്കം 2 അവാർഡുകൾ 24 കിട്ടി. ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്ത സൂസു, സുരഭിയും സുഹാസിനിയുമാണ് മികച്ച രണ്ടാമത്തെ ടെലി സീരിയൽ. 24 ചീഫ് സബ് എഡിറ്റർ പ്രജിൻ സി കണ്ണനാണ് മികച്ച വാർത്താ അവതാരകൻ. പ്രഭാത വാർത്താ അവതരണത്തിനാണ് പുരസ്കാരം. വാർത്തയുടെ ആഴം ഉൾക്കൊണ്ടുള്ള അവതരണമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. 15,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. ആന വനത്തിലേക്ക് കടന്നു. കണ്ടെത്താൻ 2 സംഘങ്ങളായി തിരച്ചിൽ. 4 മണിവരെ ശ്രമം തുടരും. വാർത്തേതര പരിപാടിയിലെ മികച്ച അവതാരകനുള്ള പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വി അരവിന്ദ് നേടി. വണക്കം അരസിയൽ ഗലാട്ട. അരസിയൽ ഗലാട്ട എന്ന പരിപാടിക്കാണ് പുരസ്കാരം. ഇത് 2ാം തവണയാണ് വി അരവിന്ദിന് ഇതേ പരിപാടിക്ക് പുരസ്കാരം ലഭിക്കുന്നത്. തമിഴക രാഷ്ട്രീയത്തിന്റെയും സിനിമയുടെയും ആഴത്തിലുള്ള പഠനവും അവലോകനവും നടത്തിയ പരിപാടിയുടെ ആകർഷകമായ അവതരണമാണ് പുരസ്കാരത്തിന് അർഹമായത്. Tomorrow onwards, I am leaving Telecom Minister's office and rejoining my parent department, Railway. ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്ത റോയ് പി ആന്റണി നിർമ്മിച്ച് രാജേഷ് തലച്ചിറ സംവിധാനം ചെയ്ത സൂസു, സുരഭിയും സുഹാസിനിയുമാണ് മികച്ച രണ്ടാമത്തെ ടെലി സീരിയൽ. കുടുംബ പശ്ചാത്തലത്തിൽ കാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി നിർദോഷകരമായ ഫലിതങ്ങളിലൂടെ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകരുന്ന പരമ്പരയാണെന്ന് പുരസ്കാര സമിതി വിലയിരുത്തി. രാജേഷ് തലച്ചിറ മികച്ച സംവിധായകൻ. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. നിങ്ങൾ കാര്യം നടക്കട്ടെ, ഞാൻ പോയി നിങ്ങൾക്ക് കഴിക്കാനോ കുടിക്കാനോ നിങ്ങൾ ഒരു ഷാർജ ഇട്ടാൻ വഴിയുണ്ടോ? സൂസു, സുരഭിയും സുഹാസിനിയും പരമ്പരയിലെ അനുമോളാണ് മികച്ച രണ്ടാമത്തെ നടി. അമ്മേ ഭഗവതിയിലെ അഭിനയത്തിന് സീനു രാഘവേന്ദ്ര മികച്ച രണ്ടാമത്തെ നടനായും നന്ദകുമാർ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24.